ഹായ് ഗായ്സ്, വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിക്ക് കണ്ട, ഇത് കരിക്കാണ്, വേറെ ഒന്നുമല്ല. കരിക്ക് നമ്മൾ കടയിൽ നിന്ന് പറഞ്ഞ് തന്നെ ചെത്തി കൊണ്ടുവന്ന്, അല്ലാതെ കൊണ്ടുവരായിരുന്നു പക്ഷേ സാധനം കൊണ്ടുവരാൻ പറ്റില്ല, കവറിലിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെത്തി വാങ്ങിച്ചത്. അപ്പോൾ ഇതും ശർക്കരയും കൂടി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ശർക്കര ചിലവർ കഴിച്ചിട്ടുണ്ടാവും, ചിലവർ കഴിച്ചിട്ടില്ല. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണം. പിന്നെ കരിക്കും വെള്ളം വെച്ച് ചെറിയൊരു സാധനം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അത് സക്സസ് ആവുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിനെ വെട്ടിയെടുക്കാം. വെട്ടി വെള്ളം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക അതിലോട്ട്. അപ്പോൾ വെട്ടോത്തി എടുത്ത് വെട്ടാം. അവിടെ വെച്ച് വെട്ടാം, അതാണ് നല്ലത്. ഓക്കെ അമ്മ. അപ്പോൾ നമുക്കിതിനെ ഈ തടിയിൽ വെച്ച് വെട്ടി വെള്ളത്തിലെടുക്കാം ആദ്യം, എന്നിട്ട് ബാക്കി നോക്കാം. അവിടെ വെച്ച് വെട്ടിയാൽ വെട്ടാൻ പറ്റുന്നില്ല. ഓ പൊന്നി, നല്ല മൂർച്ച, നല്ല കരിക്കല്ല. കുറച്ച് വെള്ളം കിട്ടുള്ളൂ, ഒരു കരിക്കിന് കുറച്ച് വെള്ളം കിട്ടുള്ളൂ. ആ കരിക്കിനെയും കൂടെ നമുക്ക് വെട്ടിയെടുക്കാം. അത്യാവശ്യം കരിക്കുണ്ട് കേട്ടോ ഇതിൽ, എന്താ കട്ടി കരിക്കാണ്. നമുക്കിനി ഇതിനെ കരിക്ക് വെള്ളം എടുത്ത് ഇനി രണ്ടായിട്ട് ഇതിനെ പൊട്ടിച്ചെടുക്കാം. നല്ല കട്ടിക്ക് കരിക്കിരിപ്പുണ്ട്, ഇതിനെയും കൂടെ പൊട്ടിച്ചെടുക്കാം. നമുക്കിനി ബാക്കി ടേബിൾ വെച്ച് ഓക്കെ സ്റ്റോർ. നമുക്കിനി ഇതിനെല്ലാം കീറി ഇതിലോട്ട് ഈ പ്ലേറ്റിലോട്ട് ഇടാം. ആദ്യം ഒന്ന് കത്തി കൊണ്ടൊന്ന് പോറി വിട്ടതിന് ശേഷം സ്പൂണിട്ട് ഇളക്കി എടുക്കുന്നതാണ് കുറച്ച് നല്ലത്. എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ സ്പൂണുണ്ട്, നമുക്ക് ഈ സ്പൂണുണ്ട്, ഇത് ലാസ്റ്റ് പീസാണ്. ഇതിനെയും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള ഈ വലിയ പീസുകൾ ഇതാണ്ടോ, വലിയ പീസുകൾ, ഇതിനെല്ലാം ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ വെച്ച് അരിഞ്ഞെടുക്കാം. ഇത് ഞാൻ കഴുകി വെച്ച സാധനമാണ്. ഇതിൽ വെച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എങ്ങനെ പൊടി മൊത്തമായി. ഇത്ര നല്ല ചെറിയ പീസൊന്നും ആക്കണ്ട, ചെറിയൊരു മിനിമം ഇതിലാക്കിയ ഇത് കുഴപ്പമില്ല അമ്മ. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം ചെറിയ പീസ് തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലോട്ട് ഇതിനെയും കൂടെ ഒന്ന് അരിയെടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. ഓക്കെ, ഇനി നമുക്കിതിൽ കുറച്ച് ശർക്കര കൂടെ അരിഞ്ഞ് ചേർക്കാം. ഓക്കെ, കുറച്ച് ശർക്കര കൂടെ ഇതിലോട്ട് അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് അത് വേറെ തേങ്ങ വെള്ളം വെച്ച് വേറൊരു സംഭവം കൂടെ ഉണ്ടാക്കാറുണ്ട്. ആദ്യം നമുക്ക് ഈ ശർക്കര കൂടെ ഇതിലറിഞ്ഞിട്ട് ചിലപ്പോൾ പണി കിട്ടും. കുറച്ച് മതിയാവും. മധുരം നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കുറച്ചുകൂടെ അരിഞ്ഞ് ചേർക്കാം. ഓക്കെ, കുറച്ചുകൂടെ അരിഞ്ഞ് ചേർക്കാം. ഓക്കെ, നമുക്കിനി ഇതിനെ മിക്സ് ചെയ്യാം. ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് അടുത്ത സാധനം കൂടെ ഉണ്ടാക്കാം. അയ്യോ, അത് പോയി. സ്പൂണ് വേറെ എടുക്കേണ്ടി വരും. അപ്പോൾ സ്പൂൺ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കേണ്ടത്
ഈ ചെത്തി എടുക്കുമ്പോൾ ഇതിൽ ചെറിയ ചെറിയ പീസുകളുണ്ടാവും കരിക്കിൻ്റെ, നമ്മൾ വെട്ടുമ്പോൾ വേണമൊക്കെ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് എടുത്ത് കളയുക, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ തൊണ്ടയിൽ കയറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം എപ്പോഴും നിങ്ങൾ കരിക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത സാധനം ഉണ്ടാക്കാം. ഓക്കെ, ഇത്രയും മതിയാവും. ബാക്കി ശർക്കര അതിൻ്റെ കൂടെ ഇരിക്കട്ടെ. ഇതിനെ ഈ ചെറിയ ബൗളിലോട്ട് എടുക്കണം. എടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ എടുക്കുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതിലോട്ട് ഇനി ആവശ്യത്തിന് കരിക്കും വെള്ളം. ഈ കരിക്കിൽ നിന്ന് തന്നെ എടുത്ത വെള്ളമാണ്, 3/4 ഭാഗം കരിക്കും വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അലിയിച്ചെടുക്കണം. കുറച്ചൊക്കെ അലിയും, ബാക്കി അലിയില്ല. നല്ല രീതിയിൽ പൊടിഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം വെച്ചിരുന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് അലിഞ്ഞ് കിട്ടും സാധനം. ഇതൊന്ന് കാണിച്ചിടുമ്പോൾ, ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ. കളർ കണ്ടോ? കളർ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി കുറച്ചുകൂടെ അലിയുണ്ട്, കുഴപ്പമില്ല. നമുക്ക് കഴിക്കുമ്പോഴേക്കും അത് സെറ്റാവും. നമുക്ക് ഇതും കൂടെ കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അത് കുറച്ച് മതി, ഓവറായിട്ട് ചേർക്കണ്ട, കുറച്ച്. ഇത്രയുള്ള സംഭവം സെറ്റ്. അപ്പോൾ ഇത്രയും കരിക്കും വെള്ളം ബാക്കിയായി. തേങ്ങ വെള്ളം തന്നെ നല്ല മധുരമാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതും കൂടെ ചേർത്ത്. അപ്പോൾ സൂപ്പറായിരിക്കും കുടിക്കാനായിട്ട്. ഇത് ഏതാണ്ട് ശർക്കരയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. അല്പമൊക്കെ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ വെച്ചിരുന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് കുതിർന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 2 ഐറ്റം ഉണ്ടാക്കി. അപ്പോൾ 2 ഐറ്റത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ പറയാം എങ്ങനെയുണ്ടെന്ന്. ആദ്യം നമുക്ക് ഇത് കഴിച്ചു നോക്കാം, ലാസ്റ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, ഈ വെള്ളത്തോടെ ഒരു പീസ് എടുത്ത് വെള്ളത്തോടെ കഴിച്ചു നോക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു ചിരട്ടയിൽ. അപ്പോൾ അത് കഴിക്കുന്നത് ശ്രദ്ധിച്ച് കഴിച്ചോളാം. ഇത് കഴിക്കുമ്പോഴേ ഈ തേങ്ങ വെള്ളത്തിൻ്റെ കൂടെ കുറച്ചുകൂടെ മധുരം കൂടെ കറിയുമ്പോൾ സൂപ്പറായിരിക്കും. അതിൻ്റെ കൂടെ ഈ കരിക്കും കൂടെ ചവച്ച് കുടിക്കുമ്പം നല്ല ടേസ്റ്റുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. കരിക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ കരിക്കിനൊക്കെ നേരത്തെ പോലെ ഭയങ്കര വിലയൊന്നുമില്ല, ചെറിയ വിലയുള്ളൂ. നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിച്ചു നോക്കാം നമുക്ക്. സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ്. ഇത് കരിക്കും ഇതും രണ്ടും കൂടെ ചേർത്ത്, ശർക്കരയും കൂടെ ചേർത്ത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ്. സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ നല്ല ഇളത് കരിക്കെടുക്കാതെ കുറച്ച് ഇതുപോലെ കട്ടിയുള്ള കുറച്ച് കരിക്കെടുത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. ഗുഡ് ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരും. അതാ കയ്യൊക്കെ കറുത്ത് കരിക്ക് വെട്ടി. അപ്പോൾ